LBS സെന്ററിൽ BSc നഴ്സിംഗിന് അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുനാൾ കഴിയുമ്പോഴുള്ള സ്റ്റേജാണ് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുക എന്നുള്ളത്. കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയി കഴിഞ്ഞ് കറക്ഷൻ ഒക്കെ ചെയ്ത് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ കാത്തിരിക്കുന്നത് പ്രൊവിഷണൽ ഇൻഡെക്സ് മാർക്ക് പബ്ലിഷ് ചെയ്ത് വരിക എപ്പോഴാന്നുള്ളതാണ്. പ്രൊവിഷണൽ ഇൻഡെക്സ് മാർക്ക് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുള്ള കാത്തിരിപ്പ് എന്ന് പറയുന്നത് പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ആവും. പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ആവുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ഒരു സ്ഥാനം എവിടെയാണ്. പിന്നീട് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ചെറിയ തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും നമുക്കൊരു ഐഡിയ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റിൽ നിന്ന് തന്നെ കിട്ടും. ചിലപ്പോൾ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞ് നമുക്ക് ചെറുതായ ഒരു കറക്ഷൻ ഒക്കെ ചെയ്യാനുള്ള ഒരു ടൈം കഴിഞ്ഞ വർഷം തന്നിരുന്നു. ഈ വർഷം അതുപോലെ തരുമോ എന്ന് നോക്കണം. റാങ്ക് ലിസ്റ്റ് 1ലാണ് നഴ്സിംഗിന്റെ റാങ്ക് വരുന്നത്. അടുത്തതായി പ്രധാനപ്പെട്ട സ്റ്റെപ്പായ ഓപ്ഷൻ രജിസ്ട്രേഷനിലേക്ക് നമുക്ക് കടക്കാം. പല കോഴ്സുകൾക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ഇൻട്രസ്റ്റ് കാണും. അത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്താണ്. നിങ്ങൾക്ക് BSc നഴ്സിംഗിന് ഇന്ന സ്ഥലത്ത് കിട്ടിയാലേ പോകൂ, നിങ്ങൾക്ക് അതിന് അടുത്ത ഓപ്ഷൻ കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ഫിസിയോതെറാപ്പി ആണെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത് നിങ്ങൾ കോളേജ് കോമ്പിനേഷൻ ആയിട്ടാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അത് ഞാൻ സ്ക്രീൻഷോട്ട് വെച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അത് മനസ്സിലാവും. കഴിഞ്ഞ വർഷത്തെ സ്ക്രീൻഷോട്ട്സ് ആണ് അതിനുവേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത്. LBSന്റെ പോർട്ടലിൽ കയറിയ ശേഷം അപ്ലിക്കേഷൻ നമ്പർ കൊടുത്ത് വെരിഫൈ ചെയ്ത് ID-യും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്കാണ് നിങ്ങൾ എത്തുന്നത്. ഓപ്ഷൻ രജിസ്ട്രേഷന്റെ നേരെ ഫോർ ട്രയൽ അലോട്ട്മെന്റ് രജിസ്റ്റർ ഓപ്ഷൻസ് എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും ഡിസ്പ്ലേ വരുന്നത്. ഏറ്റവും ലെഫ്റ്റിലായി കോളേജസിന്റെ ലിസ്റ്റ് ആണ്. അത് കഴിഞ്ഞ് കാണുന്നതാണ് കോഴ്സിന്റെ ലിസ്റ്റ്. നഴ്സിംഗ് എന്ന് കാണാം. ഇവിടെ സെലക്ട് ആയിരിക്കുന്നത് നഴ്സിംഗ് ആണ്. അടുത്തത് കാണുന്നത് ടൈപ്പ് ഓഫ് കോളേജ് ആണ്. അടുത്ത ബ്ലാങ്ക് ആയി കിടക്കുന്ന ബോക്സ് കാണുന്നത് നിങ്ങൾക്ക് ഓപ്ഷൻ നമ്പർ കൊടുക്കാനുള്ളതാണ്. ഫസ്റ്റ് ഓപ്ഷൻ ആണെങ്കിൽ 1, സെക്കൻഡ് ആണെങ്കിൽ 2, തേർഡ് ആണെങ്കിൽ 3 അങ്ങനെ. നെക്സ്റ്റ് ആയി കാണുന്ന ഗ്രീൻ ബോക്സസ് ആദ്യത്തേത് നെക്സ്റ്റ് ഓപ്ഷൻ എന്നാണ്. രണ്ടാമത്തേത് റിമൂവ്. നിങ്ങൾക്ക് ഒരിക്കൽ സെലക്ട് ചെയ്തു ഓപ്ഷൻ എഴുതി കഴിഞ്ഞു, അതിനുശേഷം നിങ്ങൾക്കത് റിമൂവ് ചെയ്യണമെങ്കിൽ അത് റിമൂവ് ചെയ്യാം. എന്നിട്ട് സെയിം നമ്പർ വേറൊരു കോളേജിന് കൊടുക്കാൻ പറ്റും, കോഴ്സ് കോളേജ് കോമ്പിനേഷന് കൊടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് പോയി 2026 പ്രോസ്പെക്ടസിൽ കോളേജിനും കോഴ്സിനും കോഡുകൾ ഉണ്ടാവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കോളേജ് കോഴ്സ്, അതായത് ഇന്ന കോളേജിൽ നിങ്ങൾക്ക് ഇന്ന കോഴ്സാണ് പഠിക്കേണ്ടത്. ഇവിടെ എക്സാമ്പിളായി കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് കേപ്പ് കോളേജ് ഓഫ് നഴ്സിംഗ് ആലപ്പുഴയും, സെക്കൻഡ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ സീതത്തോട് പത്തനംതിട്ട. ഒരു ഉദാഹരണത്തിന് കൊടുത്തന്നേ ഉള്ളൂ. തേർഡ് ഓപ്ഷനും അതുപോലെ സിമെറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് കോന്നി. ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഓരോ ഓപ്ഷൻ കൊടുക്കുമ്പോഴും അടിയിൽ സേവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ സേവിൽ പോയി ക്ലിക്ക് ചെയ്ത് ഓരോ തവണയും നമ്മൾ സേവ് ചെയ്ത് പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് സെക്യൂർ അത് അടുത്ത ഓപ്ഷൻ കൊടുത്ത് സേവ് ചെയ്യാം. ഇതുപോലെ നിങ്ങൾക്ക് അതായത് സ്റ്റുഡൻറ് എലിജിബിൾ ആയിട്ടുള്ള കോഴ്സ് കോളേജ് കോമ്പിനേഷൻ അവിടെ ഡിസ്പ്ലേഡ് ആയിരിക്കും. ഇതുപോലെ നിങ്ങൾ ഓപ്ഷൻ നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് ഏത് കോഴ്സ് വേണമെങ്കിലും അതാത് കോമ്പിനേഷൻ കോളേജുകളുമായിട്ട് ഇടകലർത്തി ഇവിടെ എടുക്കാൻ പറ്റും. എല്ലാം നഴ്സിംഗ് മാത്രം ഒറ്റ സെറ്റ് പറ്റും അങ്ങനെയില്ല. നിങ്ങൾക്ക് കോഴ്സ് കോളേജ് കോമ്പിനേഷൻസ് പ്രിഫറൻസ് കൊടുക്കാം. നിങ്ങൾക്ക് ഒന്നാമതായിട്ട് ഒരു കോളേജിൽ നഴ്സിംഗ് ചെയ്യാൻ ഇഷ്ടമുണ്ട്, രണ്ടാമത്തെ നിങ്ങളുടെ പ്രിഫറൻസ് വേറൊരു കോളേജിൽ ഫിസിയോതെറാപ്പി ചെയ്യാനാണെന്ന് വിചാരിച്ചാൽ ഒരു പ്രശ്നമില്ല. അങ്ങനെയും നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാൻ പറ്റും. അത് നമ്മുടെ ഇഷ്ടമാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഓപ്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ പ്രിഫറൻസ് വൈസ് ഓപ്ഷൻസ് തന്നെ കൊടുക്കുക. നിങ്ങൾക്ക് ഒന്നാമതായി പോകാൻ ഇഷ്ടമുള്ള കോളേജ് 1 കൊടുക്കുക, രണ്ടാമതായി പോകാൻ ഇഷ്ടമുള്ള കോളേജ് 2 അങ്ങനെ. ഇവിടെ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത് നമ്പറാണ്, പ്രിഫറൻസ് വൈസ് നമ്പറാണ്. നിങ്ങൾക്ക് ഒന്നാമത് പോകാൻ ഇഷ്ടമുള്ള കോളേജ് തിരഞ്ഞു പിടിച്ച് 1 ഇടണം. രണ്ടാമത് അത് കഴിഞ്ഞ് അത് കിട്ടിയില്ലെങ്കിൽ പോകാൻ ചാൻസ് ഉള്ള കോളേജ് 2 ഇടണം. അങ്ങനെ നിങ്ങൾക്ക് LBSന്റെ സൈറ്റിൽ 162 കോളേജ് നിങ്ങൾ എലിജിബിൾ ആണ് കോഴ്സുകളിൽ 162 കോളേജിലും നഴ്സിംഗിന് കൊടുക്കാം. ഇനി വേറെ കോഴ്സുകൾക്ക് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം. അങ്ങനെ ഒരു ലിമിറ്റേഷൻസ് ഒന്നും കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യുന്നതാണ് സേഫ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നിങ്ങൾ കോഴ്സ് കോളേജ് ഓപ്ഷൻസ് പ്രിഫറൻസ് വൈസ് ലിസ്റ്റ് നിങ്ങൾ 1, 2, 3 അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾ കൊടുത്തു, സേവ് ചെയ്തു, എല്ലാം കഴിഞ്ഞു. നിങ്ങൾക്ക് ലോഗ് ഔട്ട് ചെയ്യാൻ പറ്റും. ലോഗ് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾ
പിന്നീട് ഒരു പ്രാവശ്യം കൂടെ ലോഗിൻ ചെയ്ത് ഇതെല്ലാം പിന്നീട് നിങ്ങൾക്ക് ഒന്നും കൂടെ മാറ്റാൻ കഴിയും. അതായത് LBS സെന്റർ നിഷ്കർഷിച്ചിരിക്കുന്ന ഒരു ഡേറ്റ് ആൻഡ് ടൈം ഉണ്ട്. ആ ടൈം വരെയാണ് നിങ്ങൾക്ക് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാനുള്ള ടൈം. ആ ടൈമിനുള്ളിൽ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങളുടെ ഓപ്ഷൻ ഇങ്ങനെ മാറ്റി മറിച്ചിടാൻ പറ്റും. നിങ്ങൾ ഏറ്റവും അവസാനം ആ ടൈമിനുള്ളിൽ കൊടുത്തിരിക്കുന്ന ഒരു ഓപ്ഷനാണ് നിങ്ങൾക്ക് രജിസ്റ്റർ ആയിട്ട് കണക്കാക്കുന്നത്. അതുകൊണ്ട് ഒരു പ്രാവശ്യം ലോഗ് ഔട്ട് ചെയ്തു എന്ന് വിചാരിച്ച് പേടിക്കാനില്ല. അടുത്ത പ്രാവശ്യം ഉടനെ തന്നെ ഒന്ന് ലോഗിൻ ചെയ്ത് പിന്നെയും നിങ്ങൾക്ക് ഓപ്ഷൻസ് മാറ്റാൻ പറ്റും. റിമൂവ് ചെയ്ത് ആഡ് ചെയ്ത് സേവ് ചെയ്ത് അങ്ങനെ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒരിക്കൽ കൊടുത്ത ഓപ്ഷൻസ് റിമൂവ് ചെയ്യാൻ ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് റിമൂവ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ 0 എന്ന് ക്ലിക്ക് ചെയ്താലും അത് റിമൂവ് ആവും. പിന്നീട് നിങ്ങൾ അടുത്ത നമ്പർ വേറെ കോളേജ് കോഴ്സ് കോളേജ് കോമ്പിനേഷന് അടുത്ത നമ്പർ എൻ്റർ ചെയ്ത ശേഷം നിങ്ങൾ സേവ് കൊടുക്കണം. സേവ് കൊടുത്താലേ നിങ്ങൾ എൻ്റർ ചെയ്ത ഒരു ഓപ്ഷൻ അവിടെ സേവ് ആവുകയുള്ളൂ. അങ്ങനെ എല്ലാ കോളേജ് ലിസ്റ്റും നിങ്ങൾ എൻ്റർ ചെയ്ത് സേവ് ചെയ്ത് പോകണം. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം. നിങ്ങൾ ഏറ്റവും അവസാനമായി സേവ് ചെയ്ത് പോയി കഴിഞ്ഞ ശേഷം അതിനടിയിൽ തന്നെ ഈ വിൻഡോയിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് നിങ്ങൾ ഓപ്റ്റ് ചെയ്ത ലിസ്റ്റ് വിസിബിൾ ആയിരിക്കും. ആ ലിസ്റ്റ് നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് വെക്കാം. പിന്നീട് ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യണോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്കത് റെഫറൻസിനോ ആയിട്ട് ഉപയോഗിക്കാം. നിങ്ങൾ ഇവിടെ താഴെ ഭാഗത്തായിട്ട് കാണുന്നത് സെലക്റ്റഡ് കോളേജ് കോഴ്സ് ഓപ്ഷൻസ് ആണ്. അത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻസിന്റെ ലിസ്റ്റ് അതുപോലെ താഴെ വരും. അടുത്ത സ്റ്റെപ്പ് ട്രയൽ അലോട്ട്മെന്റ് ആണ്. ട്രയൽ അലോട്ട്മെന്റിന്റെ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം. എന്നാലും ഒന്ന് ബ്രീഫായിട്ട് പറയാം. ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓപ്ഷൻ കൊടുത്ത കോഴ്സ് കോളേജ് അനുസരിച്ച് നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് വെച്ച് നിങ്ങളുടെ റാങ്ക് വെച്ച് കിട്ടാൻ സാധ്യത എന്ന്. ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏകദേശം സാധ്യതയാണ്. പിന്നീടുള്ള അലോട്ട്മെന്റ് 1, 2, 3 ഉണ്ടാവും. അലോട്ട്മെന്റ് 1ൽ നിങ്ങൾ അലോട്ട് ആവുന്ന കോളേജിൽ നിങ്ങൾക്ക് ടോക്കൺ അടച്ച് അലോട്ട്മെന്റ് സിസ്റ്റത്തിൽ നിങ്ങൾ തുടരുന്നുണ്ടെങ്കിൽ അത് തുടരുന്നു എന്ന് കാണിക്കാനാണ് ടോക്കൺ അടക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ അലോട്ടായ കോളേജിൽ അഡ്മിഷൻ എടുക്കാം. അഡ്മിഷൻ ഫീ ഒക്കെ അടച്ച്. ഒരുപാട് കുട്ടികൾക്ക് ഒത്തിരി ഡൗട്ടുള്ള ഒരു സ്റ്റേജ് ഉണ്ട്. അതാണ് ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറയാൻ ഉദ്ദേശിച്ചത്. അതായത് ഫസ്റ്റ് നിങ്ങൾ അലോട്ട്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ടോക്കൺ അടച്ചാൽ നിങ്ങൾ ആ അടച്ച് നിങ്ങൾ ഹയർ ഓപ്ഷന് പോവുകയാണെങ്കിൽ ഈ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ പിന്നീടുള്ള നിങ്ങളുടെ ഹയർ ഓപ്ഷൻസിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ഹയർ ഓപ്ഷൻസ് കോളേജ് കിട്ടുവാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് തന്നെ പോവേണ്ടതായി വരും. ടോക്കൺ അടച്ചെന്നോർത്ത് നിങ്ങൾക്ക് ആദ്യം കിട്ടിയ കോളേജ് അവിടെ ലോക്ക് ആവുന്നില്ല. നിങ്ങൾക്ക് ആ കോളേജ് അലോട്ട്മെന്റ് തുടരാൻ നിങ്ങൾ പ്രിഫർ ചെയ്താൽ അത് നഷ്ടപ്പെടുത്തി ഹയർ ഓപ്ഷനിലേക്ക് പോകണം. നഷ്ടപ്പെടുത്തി എന്ന് പറയേണ്ട കാര്യമില്ല. എപ്പോഴും ഹയർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമുള്ളതാണല്ലോ. അതായത് ഒരിക്കലും നിങ്ങൾക്ക് ഇഷ്ടം കുറഞ്ഞ കോളേജുകൾ നിങ്ങൾക്ക് ഹയർ ഓപ്ഷനിൽ കൊടുക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടം കൂടിയ കോളേജുകളാണ് ഹയർ ഓപ്ഷനിൽ ഉണ്ടാവുക. അതായത് നിങ്ങൾക്കൊരു ഓപ്ഷൻ 2 എന്ന് പറയുന്നതും ഓപ്ഷൻ 10 എന്ന് പറയുന്നതും നിങ്ങൾക്ക് 10th പ്രിഫറൻസ് ആണ് 10 എന്ന് പറയുന്നത്. 2 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള 2, 1 ഒക്കെ. അപ്പൊ നിങ്ങൾക്ക് 10th പ്രിഫറൻസ് നിങ്ങളെ ടോക്കൺ അടച്ചു എന്ന് വിചാരിക്കുക. പിന്നീട് നിങ്ങൾക്ക് ഹയർ ഓപ്ഷനിലേക്കാണ് അടുത്ത പ്രാവശ്യം ഒഴിവ് വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ 2ലോ ഏറ്റവും ആദ്യം പ്രിഫറൻസ് കൊടുത്തതിലോ കിട്ടാൻ ചാൻസ് ഉണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് 10th അവിടെ പ്രിസർവ് ആയി ഇരിക്കില്ല. 10th പ്രിഫറൻസ്. അലോട്ട്മെന്റിനെ കുറിച്ചുള്ള കൂടുതൽ വീഡിയോസുമായി ഞാൻ അടുത്ത പ്രാവശ്യം വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.